ഗ്രീൻ ഹൗസിലെ ചീര ഉണ്ടായിട്ടുണ്ട് കേട്ടാ. കുറേ ചീര ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോ 2-3 പ്രാവശ്യം എടുത്തിട്ടാ. നല്ല ചീരയാണ്. കാട്ടുചീരയല്ല കേട്ടാ. 2 ടൈപ്പ് ചീരയുണ്ട്. നമുക്ക് സാധാരണ ചുമന്ന ചീരയുണ്ട്, പിന്നെ പച്ചച്ചീരയുണ്ട്. ശരിക്കും ചുമന്ന ചീരയാട്ടാ. പക്ഷെ ഇതിനെ നമ്മൾ പുറത്ത് വയ്ക്കുമ്പോഴല്ലോ ഇതിന് നല്ല ചുമന്ന കളർ കിട്ടുന്നുണ്ട്. എനിക്കാണ് ഇതിന്റെ ഉള്ളിൽ ഗ്രീൻ ഹൗസിന്റെ ഉള്ളിൽ ഭയങ്കര വെയില് വരുന്നുണ്ടല്ലോ, ഭയങ്കര ചൂട് വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ വെക്കുമ്പോ നമുക്ക് അത്രയ്ക്കാണ്ട് ചുമന്ന കളർ കിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ പച്ചച്ചീര നോക്കിക്കേ, പച്ചച്ചീരക്ക് നല്ല നല്ല പച്ചക്കളറുണ്ട്. ഇത് കാട്ടുചീരയല്ല കേട്ടോ. ഇവിടെ കാട്ടുചീര നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഈ കാട്ടുചീരയുണ്ടത്. ഇത് നമ്മൾ ഈ വർഷം നമ്മുടെ വിത്ത് ഭാവിയിട്ട് നമുക്ക് കിട്ടിയതാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഈ നമ്മുടെ ഈ കാട്ടുചീര എടുത്തിട്ടുണ്ട് നമ്മൾ കറി വെക്കാറുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് നല്ല ചീര കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലേ ഇപ്പൊ നല്ല ഉച്ച നേരം, അതിന്റെ ഉള്ളിൽ നമുക്ക് അധികം നേരം നിൽക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ചൂടാണ് ഇതിന്റെ ഉള്ളില്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറിച്ചെടുക്കട്ടെ. ഇതിന്റെ ഉള്ളിൽ കുറെ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ മുളച്ചിട്ടുണ്ട്. അത് കുറച്ചൊക്കെ പറിച്ചെങ്കിൽ മറ്റേ തോട്ടത്തിൽ നടണം. ഇതിനുള്ളിൽ കഴിഞ്ഞ വർഷം നമ്മുടെ വേറെ കുറെ പയറ് സാധനങ്ങളൊക്കെ നട്ടിട്ട് നമുക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ചീര നട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമ്മള് ചീര മാത്രമേ നടന്നുള്ളൂ. കഴിഞ്ഞ വർഷം നമ്മള് ഇതിനകത്ത് കണിവെള്ളരിക്ക് നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കണിവെള്ളരിക്ക് നമ്മൾ വെക്കുന്നുണ്ട്. ഈ പ്രാവശ്യം ഞാൻ വിത്ത് ഭാവി ഇപ്പൊ മുളച്ചോണ്ടിരിക്കുന്നുണ്ട്. നമുക്കിപ്പോ വേണ്ട നല്ല ഫ്രഷ് ചീര കേട്ടാ. ഒരൊറ്റ പ്രാണിയാ ഒന്നുമില്ല ഇതിന്. നന്നായിട്ട് വരുന്നുണ്ട്. ഇതിപ്പോ ഞാൻ 3-4 പ്രാവശ്യമായി കറി വെക്കുന്നുണ്ട്. പെട്ടെന്ന് പിന്നെ ചീര വലുതാവൂല. നമുക്ക് ഇത്രയ്ക്ക് ചീര മതി. അത്യാവശ്യം നന്നായിട്ട് ചീര കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടായിട്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഗ്രീൻ ഹൗസിൽ നിന്ന് നമ്മൾ ചീര വച്ചിട്ടുണ്ട്. നന്നായിട്ട് ചീര ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ വർഷമുള്ള നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് നമ്മൾ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ നമ്മൾ തോട്ടാക്കി ഉണ്ടാക്കിയത്. പക്ഷെ അന്നും നമുക്ക് അറിയില്ലായിരുന്നു എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്, തക്കാളി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തക്കാളി നല്ല പൊക്കത്തിൽ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ കൂടി 2 തക്കാളി കണ്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനം തക്കാളി ഉണ്ടാവുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ പയറ് നട്ടുണ്ടായിരുന്നു. പിന്നെ പാവല നട്ടിട്ട് കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാവല നട്ട് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളരിക്കയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ പയറൊക്കെ നട്ടിട്ടൊന്നും അങ്ങനെ ഉണ്ടായില്ല. അപ്പം അതുകൊണ്ട് ഈ വർഷം നമ്മൾ ചീരയുടെ നല്ല നമ്മുടെ നാടൻ ചീരയുടെ വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വിത്ത് നമ്മൾ പാവിയിട്ട് നമുക്ക് ഉണ്ടായതാണ് ഈ ചീര. ഇവിടെ സാധാരണ മിക്ക ആൾക്കാരുടെ വീടുകളിൽ ഇങ്ങനെ ചീര ഉണ്ടാവും. പക്ഷെ അത് നമ്മുടെ നാടൻ ചീര ആയിരിക്കില്ല. അതിൻ്റെ ഈ ഇതുണ്ടല്ലോ, ഈ ചീരയുടെ ഇതിന് ഇത്രയ്ക്ക് വലിപ്പം ഉണ്ടാവില്ല. ഇതിൻ്റെ ഇലയ്ക്ക് ഉണ്ടല്ലോ, അതിങ്ങനെ നീളത്തിലിങ്ങനെ പോകും. അതിങ്ങനെ ഒരു തരം വേറൊരു ടൈപ്പ് ചീരയാണ്. പക്ഷെ ഇത് ശരിക്കും നമ്മുടെ നാടൻ ചീരയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നല്ല ചൂടാണ്. പുറത്ത് അധികം ചൂടൊന്നുമില്ല കേട്ടോ, നല്ല വെതറാണ്. പക്ഷേ അതിൻ്റെ നല്ല ചൂടാണ്. ഞാൻ പറിച്ചുകൊണ്ട് എടുത്തപ്പോൾ നല്ല ഇതായിട്ട് നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അതുകൊണ്ട് വാടിയതുണ്ട്. ഈ പച്ചച്ചീരയാണെങ്കിൽ നല്ല സൂപ്പർ ചീര കേട്ടോ. ഇതായത്
അതിനുള്ളിൽ കണ്ടമാനം കുറേ തൈകളൊക്കെ ഉണ്ട്. അതൊക്കെ പറിച്ചിട്ട് ഇനി അവിടെ വേറെ 2-3 തോട്ടം ഉണ്ടല്ലോ അതിനകത്ത് നടണം. പക്ഷെ ഞാൻ ചീരയോട് പുറത്തൊക്കെ നട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പുറത്ത് ഇപ്പോൾ എന്തായിരുന്നാലും ചില സമയത്ത് രാത്രിയായിരിക്കും ചെറുതായിട്ട് തണുപ്പാക്കി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ അങ്ങനെ പൊന്തി തുടങ്ങിയില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചീര നമുക്ക് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ 2-3 പ്രാവശ്യം ഞാനിപ്പോൾ എടുത്തിട്ടാണ്. എനിക്ക് ഇപ്പോൾ ഒരു 3 പ്രാവശ്യം കണ്ട് ഞാനിപ്പോൾ കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. നാട്ടിലേക്ക് പോകുമ്പോഴുണ്ടല്ലോ ഈ റോഡ് സൈഡിലൊക്കെ അവർ ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ചീരയൊക്കെ വിൽക്കില്ലേ. അപ്പോൾ എല്ലാ പ്രാവശ്യം ഞാൻ ചിലപ്പോൾ വിചാരിക്കും എന്നും ചീര വാങ്ങിച്ചിട്ട് കഴിക്കണമെന്ന് വിചാരിക്കും. പക്ഷെ നാട്ടിൽ നിന്ന് കുറച്ച് ദിവസത്തേക്കല്ലേ പോകണം. അപ്പോൾ നമുക്ക് അങ്ങനെ അധികം സമയം കിട്ടാറില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ചീര ഉണ്ടായപ്പോൾ എൻ്റെ അടുത്ത് പറയായിരുന്നു ഇനിയിപ്പോൾ എന്തായിരുന്നാലും നമുക്കൊരു സെപ്റ്റംബർ വരെ, ഓഗസ്റ്റ്, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ വരെ അതിൻ്റെ ഉള്ളിൽ നല്ല ചൂട്, അത്യാവശ്യം നല്ല ചൂട് നിൽക്കും. അപ്പോൾ നമുക്ക് ഒക്ടോബർ വരെ നമുക്ക് വേണ്ട ചീര കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചീര കൊണ്ടുപോയിട്ട് നമുക്ക് നല്ല ഒരു തോരൻ വയ്ക്കുക. അരിയൊക്കെ വറുത്തിട്ടിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് വെണ്ടക്കായ ഇരിക്കുന്നുണ്ട്. വെണ്ടക്കായ നമ്മൾ അരച്ച് കലക്കി തക്കാളിയും തേങ്ങയൊക്കെ കൂടിയിട്ട് നമ്മൾ അരച്ചിട്ട് അങ്ങനെ ഒരു വെണ്ടയ്ക്ക കറി, നമ്മുടെ ഒരു നാടൻ കറിയാണ്. അത് നല്ല ടേസ്റ്റുള്ള കറിയാണത്. പിന്നെ നമ്മുടെ ചിമ്പുവിന് ഞാൻ രാവിലെ വന്ന് നോക്കിയപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചിമ്പു അവിടെ ഇരിക്കുന്നുണ്ട്. രാവിലെ കണ്ട് പോയിട്ടുണ്ടായിരുന്നു തോന്നണം. നമ്മുടെ ആസ്മി കൂട്ടിന് അതേപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കോഴികളെ നമ്മൾ അയച്ചിട്ടില്ല, വൈകുന്നേരം അയച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് വൈകുന്നേരം ആയിരുന്നാലും കുറേ പണികളുണ്ട് നമുക്കിവിടെ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇവിടെ മുന്തിരിക്ക് ഇവിടെ പുതിയ താങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇന്ന് നമ്മൾ കോരി വയ്ക്കും, അത് കഴിഞ്ഞിട്ട് പടർത്തും. പിന്നെ ഇന്ന് പുല്ല് വെട്ടണം. പിന്നെ പയറൊക്കെ കുറേയൊക്കെ നടാനുണ്ട്. നമ്മുടെ തോട്ടത്തിൽ പയറൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ മണ്ണിന് ഭയങ്കര തണുപ്പായിരിക്കുമല്ലോ, ഇവിടെ എപ്പോഴും തണുപ്പായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മണ്ണ് ഇങ്ങനെ നല്ല ചൂട് വന്നാൽ മാത്രമേ ഈ പച്ചക്കറികൾ പൊന്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പയറൊക്കെ ഞാൻ അവിടെ ആ തോട്ടത്തിൽ കൊണ്ടുപോയി നട്ടിട്ട് 1 മാസമായിട്ടുണ്ട്. അത് ആദ്യം ഞാൻ ഗ്രീൻ ഹൗസിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടപ്പോഴുണ്ടല്ലോ നന്നായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ആകെ മഞ്ഞ കളറായിട്ട് ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഒന്ന് ചൂട് വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് പൊന്തി വരുന്നുണ്ട്. ഇനിയും കുറച്ചും കൂടി അവിടെ നടാനുണ്ട്. ഇപ്പം പല സ്ഥലത്ത് നമ്മൾ കുറേ പച്ചക്കറികളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞു തൈയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മിച്ചം ഉണ്ടാവില്ല. കാരണം ഇത് കുഞ്ഞൊരു തൈയുള്ളത് പടർന്ന് പിടിച്ചിട്ട് നന്നായിട്ട് പച്ചക്കറികൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്നപ്പോൾ അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഓഫീസിലെ പണി, പിന്നെ എൻ്റെ അടുക്കളയുടെ ഈ കറിവെപ്പും പിന്നെ വീട് ക്ലീനിങ്ങും പണികളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഞങ്ങൾ 2 പേരും കൂടിയിട്ട് വൈകുന്നേരം ഇറങ്ങും. അപ്പോൾ വൈകുന്നേരം പുറത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാം. വലിയ കാഴ്ചകളൊന്നുമില്ലേ, കണ്ടതിനൊക്കെ തന്നെയുള്ളൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചീരേനെ നമുക്ക് അകത്തുണ്ടായിട്ട് വേഗം നമുക്ക് നല്ല അരിയൊക്കെ വറുത്തിട്ട് നല്ല അടിപൊളി തോരൻ വയ്ക്കുക. കൂടുതൽ നേരം വെച്ചിരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീരയുടെ നല്ല ഫ്രഷ്നെസ് പോലും. ഇതെന്താ നല്ല സൂപ്പറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് 8 വർഷം ഇങ്ങനെ ചീര കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രയ്ക്ക് നല്ല ചീര നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യം ചോറ് അടുപ്പത്തേക്ക് വെക്കട്ടെ കേട്ടോ. ഞാൻ സാധാരണ കുക്കറിലാണ് ചോറ് വെക്കാറുള്ളത്. നിങ്ങൾ ചിലർ ചോദിക്കാറുണ്ട് കുക്കറിൽ എങ്ങനെയാണ് ചോറ് വെക്കണേന്ന് ചോദിക്കാറുണ്ട്. സാധാരണ ഞാൻ ചോറ് വയ്ക്കുമ്പോൾ തന്നെ കുഴഞ്ഞു പോകാറില്ല. പക്ഷേ ഞാൻ അങ്ങനെ വലിയ പണികളൊന്നും ചെയ്യാറൊന്നുമില്ല. എനിക്ക് വേണം കുറേ ചോറ് ഇട്ടിട്ടുണ്ടെങ്കിലല്ലേ കുഴഞ്ഞു പോവാ. പിന്നെ കുക്കറിൽ നിന്ന് ഒരൊറ്റ വിസിൽ വരുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യും. ഞാൻ വിസിൽ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിരി വരില്ലേ, അപ്പോൾ തന്നെ ഞാൻ ഒന്ന് തീ കുറച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇടും. കാരണം വിസിൽ ഇങ്ങനെ പുറത്തേക്ക് ചീറിയിട്ടുണ്ടെങ്കിൽ ചോറുള്ളൂ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ എല്ലായിടത്തും തെറിക്കുമല്ലോ. അപ്പോൾ വിസിൽ വരാൻ വേണ്ടിയിട്ട് പോകുമ്പോഴേക്കും തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇടും. എന്നിട്ട് തീ ഓഫ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് തീ മുഴുവൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കുക്കർ തുറക്കും. റൈസ് ഒട്ടിങ്ങനെ വെന്ത് കുഴഞ്ഞു പോകാണ്ട് കിട്ടും. അതിങ്ങനെ വെള്ളം കുറവ് വന്നിട്ട് അരി കൂടുതൽ ഇടുമ്പോഴാണ് ചോറ് കുഴഞ്ഞു പോകുന്നത്. പിന്നെ കുറേ നേരം വിസിലൊക്കെ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചോറ് വേവ് കൂടുമല്ലോ. എനിക്ക് എല്ലാവർക്കും അറിയിക്കാൻ എന്നാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നേ. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ചീര ഞാനവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ചീര കട്ട് ചെയ്തിട്ട് ചീരത്തോരൻ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ചീര നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരിലയമ പോലും ഒരു കേടുമില്ല, ഒന്നുമില്ല. ഈ കത്തിക്ക് ഭയങ്കര മൂർച്ചയാണ്. ഈ കത്തി വെച്ചിട്ടേ കഴിഞ്ഞ ദിവസം എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കൈ അങ്ങനെ മുറിയാറില്ല കേട്ടോ. എനിക്ക് എന്നെ കത്തി വെച്ചിട്ട് കൈ മുറിഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ കത്തി അന്ന് നമുക്ക് ക്രിസ്മസിന് തന്ന കത്തി തന്നിട്ടുണ്ടേ, നല്ല മൂർച്ചയുണ്ടെന്നല്ലേ. അന്നത്തെ കൈ മുറിഞ്ഞ ദിവസം ഞാൻ ഈ കത്തിക്ക് നന്നായിട്ട് മൂർച്ചയും വെപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ചിക്കൻ കട്ട് ചെയ്തതാ.
പക്ഷെ കട്ട് ചെയ്യുന്ന സമയത്ത് കൈമ കൊണ്ടില്ല. പക്ഷെ ചിക്കൻ കട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇതെങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് കൈമ കൊണ്ടിട്ടുണ്ടെങ്കിൽ കൈയുടെ വിരൽ വരെ പോകുന്നു. അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തോ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ വരുന്നതാന്ന് തോന്നും. ചീര എന്താ പറയുക, എന്തോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ ചൂണ്ടാണി വിരലുണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊണ്ടു. ഒരുപാട് അങ്ങനെ ഡീപ്പായിട്ട് പോയില്ല. ഇപ്പോൾ അത് ഉണങ്ങി വരുന്നുണ്ട്. ഞാൻ ബാൻഡേജ് വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ഈ കൈ എപ്പോഴും നനയൂല. പിന്നെ ചൂണ്ടാണി വിരല ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യത്തെ 2-3 ദിവസം കൈ നനയ്ക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വിരലിൽ നിന്ന് നമുക്കിങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ടല്ലോ. അതിന് വെച്ചുകൊണ്ട് തന്നെ പാത്രങ്ങളിലേക്ക് കഴുകിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അത് ഉണങ്ങിയിട്ടാ. ചീരയിലേക്ക് നമുക്ക് തേങ്ങ ഒതുക്കി ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ എരിവിന് അനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഞാനിവിടെ സവോളയും എടുത്തേക്കുന്നത്. കുഞ്ഞുള്ളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുള്ളി എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഈ കുഞ്ഞുള്ളിയുടെ പോലെ നല്ല നെരുന്നതിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഈ കത്തിയെന്ന് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് പേടിയില്ല. ഇതൊന്നും നമ്മുടെ കൈ മുറിയില്ല. പക്ഷേ മറ്റേത് നമ്മുടെ കൈ മുറിയും. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന തേങ്ങ കേട്ടത്. ഇത് ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സൂപ്പർ. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമാം. പച്ചമുളക് ഞാൻ കൂടെ തിരുമണിയില്ല, കാരണം നല്ല എരിവുള്ള പച്ചമുളക്. വേഗം കൈ കഴുകട്ടെ, ഇപ്പം കയ്യേരി. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകാട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ ഇപ്പോഴും വെള്ളമായിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം രാത്രി അത്യാവശ്യം നല്ല തണുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ അരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എടുക്കാട്ടോ. ഞാനിവിടെ സാധാരണ നമ്മുടെ കുത്തരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കടുക് പൊട്ടിക്കാം. ഇതൊന്നും പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ചിലപ്പോൾ അരി ചിലപ്പോൾ വറുത്തിട്ടില്ല, ചിലപ്പോൾ നിങ്ങൾ അധികം പേര് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ അരി ഇടാണ്. അരി നന്നായിട്ട് മൊരിയണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അരി കടിക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, കല്ല് കടിക്കുന്ന പോലെ ഇരിക്കും. നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കിട്ടാൻ മതി, അരി പെട്ടെന്ന് അങ്ങോട്ട് മരിഞ്ഞോളും. ഞാൻ നോക്കിക്കേ, നമ്മുടെ അരി എല്ലാവരും പൊട്ടിയിട്ട് നല്ല മലരായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചാൽ നമ്മുടെ തേങ്ങ തിരുമിയതുണ്ടല്ലോ, അത് ചേർക്കാണ്. ഈ തേങ്ങ നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ആ തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിയണം, അത്രയ്ക്ക് മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് ചൂടായിട്ട് തേങ്ങയുടെ ഉള്ളിൽ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചീര ചേർക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. നേരത്തെ പ്രാവശ്യം ഞാൻ ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആദ്യം ഇട്ടപ്പോഴേ നമ്മുടെ തണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, തണ്ടിടാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഓർത്തത്. ഓക്കെ, അപ്പം ഈ തീ ഓഫ് ചെയ്തേ. കഴിച്ചോട്ടെടാ. ചോറ് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വേണം, അത് തുറന്നിട്ട് വേണം ചോറ് കൂട്ടിയിട്ട് വേണം ചീര കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പം നമുക്ക് കഴിച്ചൊന്ന് ടേസ്റ്റ് നോക്കാം. അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. ഞാൻ സാധാരണ ഇവിടെ വീട്ടിലും നടത്തുമ്പം അത്രയ്ക്ക് എരിവ് ഇടാറില്ല. പക്ഷെ എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴല്ലോ അങ്ങനെ കുറച്ച് ചോറിൻ്റെ കൂടെ നമ്മൾ ചീരയും കൂട്ടിയിട്ട് ഇങ്ങനെ കുഴച്ചിട്ടല്ലേ കഴിക്കുന്നത്. അപ്പം കുറച്ച് എരിവുള്ളത് എനിക്കിഷ്ടമാണ്. ഇതിന് അങ്ങനെ അത്യാവശ്യം കുറച്ച് എരിവുണ്ട്.
പക്ഷെ അരി വറുത്തത് എനിക്ക് കിട്ടിയില്ല കേട്ടോ അതിനകത്തുനിന്ന്. നിങ്ങൾ ഇനിയപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അരി വറുത്തിട്ടിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അല്ലെങ്കിൽ തേങ്ങയൊക്കെ ഇങ്ങനെ ഒതുക്കിയിട്ട് ഉണ്ടാക്കണം. ഞാൻ സാധാരണ തേങ്ങ ഒന്നും ഒതുക്കിയിട്ട് എപ്പോഴും ഉണ്ടാക്കാറൊന്നുമില്ല. നമ്മൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ചീര ഇടും, അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ വെറുതെ തേങ്ങ ഇടും. അങ്ങനെയാണ് മിക്കപ്പോഴും ഞാൻ ഉണ്ടാക്കാറുള്ളത്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ തേങ്ങയൊക്കെ നമ്മൾ കൈ കൊണ്ട് തിരുമ്മിയിട്ടൊക്കെ ഉണ്ടാക്കുള്ളൂ. പക്ഷെ ഇങ്ങനെ നമ്മൾ തിരുമ്മിയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ, നല്ല രുചിയുണ്ട്. പിന്നെ ചീര ഫ്രഷ് ആകുമ്പോൾ പിന്നെ പറയണ്ട കേട്ടോ. അത് വേണമെന്ന് വെച്ചാൽ കുറച്ച് ഉണക്കച്ചെമ്മീൻ കൂടിയിട്ടുണ്ട് കേട്ടോ. അവിടെ എൻ്റെ ഇരിക്കുന്നുണ്ട് ഉണക്കച്ചെമ്മീൻ, പക്ഷെ ഇപ്പം ഇടുന്നില്ല. ഓക്കെ, ഞാൻ അടുത്ത് എന്നിട്ട് കുറച്ച് വെണ്ടക്കായ ഇരിക്കുന്നുണ്ട്. ഞാനിവിടെ സാധാരണ ഇത്രയ്ക്ക് നീളമുള്ള വെണ്ടക്കായ, വലിയ ടൈപ്പ് വെണ്ടക്കായ ആയിരുന്നില്ല, ഒരു 13 വെണ്ടക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഇതൊരു വെണ്ടക്കായ 2 പീസായി കട്ട് ചെയ്തേക്കട്ടെ. ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കേ ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ ഈ അടുത്ത് നമ്മുടെ വെണ്ടക്കായ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, കറിവേപ്പില. ഇഞ്ചി ഞാൻ നല്ല കനം കുറച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ചതച്ചിട്ട് ചേർക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നല്ലത്. കാരണം ഇഞ്ചി എപ്പോഴും ചതച്ചിട്ട് ചേർക്കണം. ഇഞ്ചി മടിയായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തതാണ്. കാരണം ഇഞ്ചി ചതച്ചിട്ട് ചേർക്കുമ്പോഴായിരിക്കും അതിൻ്റെ ആ നീരൊക്കെ ശരിക്കും നമ്മുടെ കറിയിലേക്ക് ഇറങ്ങും. നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം മുഴുവൻ പോയിട്ടുണ്ട്. ചോറ് ഊറ്റിട്ട് കേട്ടോ. അത് നോക്കിയേ, ചോറ് നമുക്ക് നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, പച്ചമുളക് കൂടുതൽ ചേർക്കട്ടെ. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ വെണ്ടക്കായ ചേർക്കട്ടെ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് മാത്രമല്ലേ, ഉപ്പ് തീർന്നു. ഉപ്പ് പാർട്ടി വയ്ക്കാം. ഈ മൂടി വയ്ക്കണില്ല, ഇത് തുറന്ന് വെച്ചിട്ട് ചെറിയ തീയിലിരുന്നിട്ട് ഇതൊന്ന് വാടിയ പോലെ വരട്ടെ. അപ്പോൾ ഈ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഞാനത് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് വലിയ തക്കാളി ആയിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ തക്കാളി, നമ്മുടെ നാടൻ തക്കാളിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 തക്കാളി ചേർത്തോട്ടെ. അരച്ചെടുക്കാനുള്ളതല്ലേ, നമുക്ക് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട്. ഇതിലേക്ക് തേങ്ങ ഒരുപാട് വേണ്ട, അരയ്ക്കാനുള്ളൂ. നമുക്കിതാ ഇത്രയ്ക്ക് തേങ്ങ മതി. നോക്കിയേ, ഇപ്പോൾ നമ്മുടെ വെണ്ടക്കായ ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തേക്കണ അരപ്പ് ഒഴിക്കട്ടെ. ഇവിടുത്തെ തക്കാളിക്ക് അത്രയ്ക്ക് അധികം പുളിയില്ല. ചിലപ്പോൾ ഞാൻ കറി റെഡി ആയി കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് പുളിയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വിനീഗർ കൂടിയിട്ട് ചേർക്കും. അപ്പോൾ കറി മുടിയിട്ടാണ്. അപ്പോൾ ഈ നമ്മുടെ കറിയിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടെ. അപ്പോൾ ഫസ്റ്റ് കടുക് പൊട്ടിക്കാണ്. അതേപോലെ തന്നെ ഒരു നുള്ളു ഉലുവയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു മണമുണ്ട്. നമ്മുടെ കറി എന്തായിരുന്നോട്ടെ, നമ്മുടെ കറിയുടെ വെണ്ടക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറിയുടെ ഗ്രേവിയൊക്കെ നോക്കിക്ക് ചെറുതായിട്ട് ഒന്ന് കുറുകിയ പോലെ വന്നിട്ടുണ്ട്. ഒരുപാട് ഭയങ്കര തിക്കായിട്ടല്ല. അപ്പോൾ ഈ തീ ഓഫ് ചെയ്യാട്ടെ. നമ്മൾ കാച്ചി ഒഴിക്കട്ടെ. ഞാൻ ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഇരുമ്പിൻ്റെ പാനാന്ന് പറഞ്ഞില്ലേ. പുളിയുള്ള സാധനങ്ങൾ അതിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് പെട്ടെന്ന് മാറ്റം വരും. പിന്നെ നമുക്കായിരുന്നാലും നല്ലതല്ല. അതുകൊണ്ട് സ്റ്റീൽ പാത്രത്തിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ താളിച്ചത് ഒഴിക്കട്ടെ. അത് ഉള്ളി മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു ഇച്ചിരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ വെണ്ടയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ചൂടോട് കൂടിയിട്ടുള്ള നമ്മുടെ കുത്തരി ചോറ്, അരി നോക്കിക്കേ ഒട്ടും വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല കേട്ടോ. അത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. കുക്കറിൽ ഇട്ടിട്ട് ഒരൊറ്റ വിസിൽ. ചീരത്തോരൻ, പിന്നെ നമ്മുടെ വെണ്ടക്കായ കറി. പിന്നെ കുറച്ച് നമ്മുടെ മാങ്ങ തിരുമ്മിയതാട്ടത്.
അപ്പൊ ഈ ചോറൊന്ന് കഴിച്ചോട്ടെ കേട്ടാ. ചോറിന്റെ കൂടെ കറികൾ കഴിക്കുമ്പോഴാണല്ലോ അതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയാം. ഫസ്റ്റ് നമ്മുടെ വെണ്ടക്കായ കറി ചോറിലൊന്ന് കുഴച്ചിട്ട് കഴിക്കട്ടെ കേട്ടാ. ഈ ശരിക്കും വെണ്ടക്കായ കറിക്ക് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിട്ട് നല്ല എളുപ്പമാണ്. പ്രത്യേകിച്ച് ഒരുപാട് സമയം വേണ്ട, പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. കഴിച്ചോട്ടെ. ചോറിനോടെ കഴിയുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് അറിയാം. വതന കഴിയുമ്പോൾ അത്ര ടേസ്റ്റ് അറിയില്ല. ഇനി വെണ്ടക്കായ ഞെക്കുമ്പോഴുണ്ടല്ലോ ആ കറിയുടെ ചാറുണ്ട് ശരിയാണ് പുറത്തേക്ക് പോകും. അതിന് വേണ്ടിയിട്ട് വെണ്ടക്കായ കട്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ വലുതായിട്ട്. വെണ്ടക്കായ കൂട്ടിയിട്ടൊന്ന് കഴിക്കട്ടെ. വെണ്ടക്കായ ഒരു പാകത്തിന് വന്നിട്ടുള്ളൂ. ഒരുപാട് വെന്ത് അങ്ങനെ കുടഞ്ഞ് ആ വെണ്ടക്കായുടെ ഫ്രഷ്നെസ് പോയിട്ടില്ല. ഇനി അടുത്തത് നമ്മുടെ ചീരത്തോരൻ. ഇത് രണ്ടും നല്ല കോമ്പിനേഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മാങ്ങ നമ്മള് മുളകിട്ടത് എടുത്തിട്ടുണ്ട്. അച്ചാറൊന്നല്ല, ഓയിലൊന്നും ഒഴിക്കാണ്ട് വെറുതെ നമ്മള് മുളക് പൊടിയും പിന്നെ കുറച്ച് കായവും ഉപ്പും കൂടിയും ഇട്ടിട്ട് തിരുമ്മിയിട്ട് എടുത്തത്. ചീര കഴിച്ചോട്ടെ. ഇവിടെ സാധാരണ പറഞ്ഞില്ലേ, ഇവിടെ സാധാരണ അമേരിക്കയിൽ മിക്കവാറും വീടുകളിൽ ഇങ്ങനെ ചീര ഉണ്ടാവും. കാരണം ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇവര് പോകില്ല, പറമ്പിൽ സമ്മറാകുമ്പോൾ അത് മുളച്ചു വരും. പക്ഷെ ആ ചീരയുടെ ഇലയ്ക്ക് വ്യത്യാസമുണ്ട്. അതിങ്ങനെ നീണ്ടിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ പോകും, വീതി വയ്ക്കില്ല. പക്ഷെ ഇത് നല്ല നമ്മുടെ നാടൻ ചീര. അത് പുറത്ത് വെച്ചേക്കുന്നത് ഞാൻ കാണിക്കാറുണ്ട്. പുറത്ത് വെച്ചേക്കുന്നതിന്റെ ഇലയ്ക്ക് നല്ല ചുമന്ന കളറാണ്. ഉള്ളിൽ വെച്ചേക്കുന്നത് ഗ്രീൻ ഹൗസിന്റെ ഉള്ളിൽ വെച്ചതുകൊണ്ടാണ് അതിന്റെ കളറ് ഫെയ്ഡ് ആയിട്ടിരിക്കുന്നത്. വളരെ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മുടെ മാങ്ങ ഇന്ന് അത്യാവശ്യം നല്ല പുളിയുള്ളതാണ്. അതുകൊണ്ട് കഴിച്ചു നിർത്താറ അങ്ങനെ കൊതിപ്പിക്കുന്നില്ല. അടിപൊളി അടിപൊളിച്ചിട്ട്. അപ്പം നമ്മള് എന്തെങ്കിലുമൊക്കെ വെണ്ടക്കായ കറി വയ്ക്കുമ്പോൾ ഇതേപോലെ കറി വെച്ച് നോക്കണം. പിന്നെ ചീര ഇങ്ങനെ നമ്മളെപ്പോഴും തോരൻ വയ്ക്കുന്നതാണ്. പിന്നെ അത് അരി വറുത്തിട്ട് അങ്ങനെ ചെയ്യാറില്ലല്ലോ. ഈ പ്രാവശ്യം കഴിച്ചിട്ട് എനിക്ക് ഇതിൽ നിന്ന് അരി അങ്ങനെ കിട്ടിയില്ല കേട്ടോ. അരി ഇതിന്റെ കൂടെ ഉണ്ടല്ലോ അങ്ങനെ ഭയങ്കര ക്രഞ്ചിയായിട്ട് കിടക്കില്ല, ഒന്ന് സോഫ്റ്റ് ആയിട്ട് പോകും. ശേഷം പറഞ്ഞ സമയം കൂടും. ചീര നമ്മള് പുറത്തല്ല വെച്ചേക്കുന്നത്, ഗ്രീൻ ഹൗസിലാണ് വെച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മണ്ണിൽ തന്നെ വെച്ചേക്കുന്നത്. പക്ഷെ ഒട്ടും മണ്ണ് ആവണില്ല ഇതിന്. അല്ലെങ്കിൽ ചീര നമ്മൾ ചിലപ്പോ പറമ്പിൽ നിന്ന് നമ്മൾ പറിച്ചിട്ട് എടുക്കുമ്പോഴേ ഇങ്ങനെ അടിയിലെ ഇലമയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് ഇതുണ്ടാവും, മണ്ണുണ്ടാവില്ല, നന്നായിട്ട് കഴുകണം. ഇതുമ്മ കേടുമില്ല, മണ്ണാവണില്ല, ഒന്നും ആവണില്ല. അത് ഈ വർഷം എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു കാര്യമാണ്. ചീര നമുക്ക് അതിന് ഗ്രീൻ ഹൗസിൽ പിടിച്ചിട്ട് ചൂടൊന്നുമില്ല. ഇനി പുറത്ത് പോയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാം. അപ്പോൾ ഇതാട്ടെ നമ്മുടെ തക്കാളിത്തോട്ടമാണ് ഈ കാണുന്നത്. നിറച്ചും പുല്ലാണ്. ഇതൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അത് നമ്മളൊരു പാവലൊക്കെ നട്ടിട്ടുണ്ട്. പുല്ല് വന്നിട്ട് പാവലത്തിന് ഒന്നിനെയും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. പിന്നെ നമുക്കൊരു ബ്ലൂബെറി ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ വെള്ളരിക്ക നട്ടിട്ടുണ്ട്. അല്ല വെള്ളരിക്കല്ല, നമ്മുടെ വഴുതനങ്ങ ഇല്ലേ, നമ്മുടെ നാട്ടിലെ മാലാക വഴുതനങ്ങ ഉണ്ടല്ലോ, വെള്ള കളറുള്ള വഴുതനങ്ങ. ആ വഴുതനങ്ങ അതിനകത്ത് നന്നായിട്ട് വലുതായി വന്നിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് പയറൊക്കെ നട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ. പക്ഷെ പുല്ല് കാരണം ഒന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഇനി ഇത് ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ തക്കാളിത്തോട്ടം. പുല്ല് നിറഞ്ഞിട്ട് തക്കാളീനെയും ആരേനെയും കാണാൻ വേണ്ടിയിട്ട് പറ്റണില്ല. ഇതാണ് നമ്മുടെ
തക്കാളിയുമ്പോൾ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് തന്നെയില്ലേ. ഇതാ തക്കാളി ഉണ്ടായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചെറിയ ടൊമാറ്റോ കേട്ടോ. അത് അപ്പോൾ അങ്ങനെ നമ്മുടെ പുല്ല് പറക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കണം. കുറച്ചായിട്ട് ഇപ്പോൾ തന്നെ പുല്ല് വെട്ടൽ കഴിഞ്ഞിട്ട് പോയിട്ടാ. അപ്പോൾ കോഴികളൊക്കെ എന്താ ഇങ്ങനെ അവിടെ കിടന്നിട്ട് അത് ഉണങ്ങിക്കോളും. ചിലത് വേറെ അങ്ങനെ മണ്ണിൽ തട്ടണമെങ്കിൽ പിന്നെ അവിടെ കിടന്നിട്ട് മുളച്ചിട്ട് വരും. ഞാൻ പോയിട്ട് പിന്നെ തൂമ്പെടുത്തുകൊണ്ട് തൂമ്പെടുത്താലും കളയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിൻ്റെ അടിയിൽ ഷീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഈ പുല്ലൊക്കെ ഒന്നുകൊണ്ട് ഉണങ്ങി പിന്നെ ഇത് കുറച്ചും കൂടി ഒന്ന് വലുതായി കഴിഞ്ഞ് കഴിയുമ്പോഴേ ഇതിൻ്റെ കടക്കേക്ക് കുറച്ചും കൂടി മണ്ണ് ഇട്ടിട്ടൊന്ന് മൂടി കൊടുക്കണം. ആ ചെടികളുടെ ഉള്ളിലേ ഞാറാണ്ടാണ് പോയിക്കേ. ഇതേ നമ്മുടെ അവിടെ ഫ്രണ്ടിൽ അവിടെ സൈഡിലുണ്ടല്ലോ, നമുക്ക് അവിടെ കുറേ മുളയുണ്ടായിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് നമ്മൾ മുള എടുത്തതാട്ടോ. ഈ വർഷം ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ പയറിനൊക്കെ താങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ടേ അവിടെ നിന്ന് ഈ മുളയുടെ കോല് നമുക്ക് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാനിവിടെ ഒരെണ്ണം വെച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ കോഴിനെ താറാവിനേക്ക് ഓടിക്കാനൊക്കെ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത്. കാരണം ഇതിന് കനം കുറവാണല്ലോ, കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാനും സുഖമാണ്. അങ്ങനെ എൻ്റെ അവിടെ തക്കാളി തോട്ടത്തിലെ പണികളൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം നന്നായിട്ട് പുല്ലുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ പച്ചക്കറികൾ നട്ടപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഷീറ്റ് വെച്ചിട്ടുണ്ട്. അവിടെ മാത്രം നമ്മൾ ഷീറ്റ് വെച്ചില്ല. പക്ഷെ ഞാൻ തക്കാളിക്ക് നടാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എല്ലാ പുല്ലും പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ നട്ടിട്ട് ഇപ്പോൾ 2 ആഴ്ച ആയിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി കാണാണ്ട് അതേപോലെയാണ് നിറച്ചും പുല്ലുണ്ടായിരുന്നത്. പുല്ലൊക്കെ പറിച്ചിപ്പോൾ നന്നായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ തക്കാളിയുമ്പോൾ ഇപ്പോൾ ഒരുവിധം ഇതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ പൂവൊക്കെ തക്കാളിയുമ്പോൾ പൂവൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ചൂട് തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പച്ചക്കറികളും പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ. കാരണം ഇനി നമുക്കിവിടെ അധികം സമയമില്ലല്ലോ. നമുക്ക് ഇവിടെ ആയക്കൂടി ഇപ്പോൾ നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജൂണല്ലേ, ജൂലൈയിലാകുമ്പോൾ ജൂലൈ പകുതിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പച്ചക്കറികൾ ഉണ്ടായി തുടങ്ങും. ജൂലൈയിൽ പകുതിയിലും കിട്ടും, ഓഗസ്റ്റിലും കിട്ടും. 1.5 മാസം നമുക്ക് പച്ചക്കറികൾ കിട്ടുള്ളൂ. പിന്നെ സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും പോകും. കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു 2 മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ നമുക്ക് ഇപ്പോൾ എന്ത് പച്ചക്കറി നട്ടാലും നമുക്ക് അതിൽ നിന്ന് വിളവ് കിട്ടുള്ളൂ. അത് ഈ സെപ്റ്റംബറൊക്കെ പകുതിയൊക്കെ ആകുമ്പോഴേക്കും നല്ല തണുപ്പൊക്കെ തുടങ്ങി ഇലകളൊക്കെ പഴുത് എല്ലാവരും പോകും. പിന്നെ പിന്നത്തെ വർഷം നമ്മൾ എല്ലാവരും രണ്ടാമത് നമ്മൾ നട്ടുണ്ടാക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു റോസൊക്കെ നിങ്ങൾ എല്ലാ വർഷവും നടന്നതാണെന്ന്. റോസ് നമ്മൾ എല്ലാ വർഷവും നടന്നതല്ല കേട്ടോ. റോസിന് എത്ര തണുപ്പ് വന്നാലും കുഴപ്പമില്ല. റോസൊക്കെ നമ്മൾ എല്ലാ വർഷവും തണുപ്പ് മാറിക്കഴിഞ്ഞപ്പോൾ സമ്മറാകുമ്പോൾ അത് വരുന്നതാണ്. പിന്നെ നമ്മുടെ ഡാലിക, സീനിക അതൊക്കെ ഉണ്ടല്ലോ. ഡാലിയുടെ അടിയിൽ കിഴങ്ങ് കിടന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയ സ്നോയ്ക്കും കുറേ സമയമൊന്നും കിടന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡാലിയുടെ കിഴങ്ങ് നമുക്ക് കുഴപ്പമില്ലാണ്ട് കിട്ടും. ഇപ്രാവശ്യം നമുക്ക് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ നടുവിലെ ഡാലി തോട്ടമുണ്ടല്ലോ, അവിടെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ എല്ലാ ഡാലിയും നമുക്ക് കിട്ടിയില്ല. ചിലതിൻ്റെ കിഴങ്ങ് ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലവർക്ക് ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നതൊക്കെ അതിനനുസരിച്ചിട്ട് ഇരിക്കും. സീനിയൊക്കെ എല്ലാവരും പോവും. പിന്നെ ബാക്കി വെന്തി അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ചെടികൾ, പച്ചക്കറികൾ, തക്കാളി, അങ്ങനെ എല്ലാ സാധനങ്ങളും പോകും. പിന്നെ ഇവിടെ മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കണമെങ്കിൽ ഇലകളൊക്കെ പോയിട്ട് പൊളിഞ്ഞു വരും. ചില സമയത്ത് അത്യാവശ്യം നന്നായിട്ട് വെയിൽ തെളിയുന്നുണ്ട്. ഞാൻ അവിടെ പണി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പോയപ്പോൾ അധികം വെയിലുണ്ടായിരുന്നില്ല, അതാണ് ഞാൻ പോയത്. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചില സമയത്ത് പെട്ടെന്ന് വെയിൽ തെളിയും, പെട്ടെന്ന് വെയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ പണി കഴിഞ്ഞ് പിന്നെ കുറച്ച് പയറൊക്കെ നടാനുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് ഈ പോർസലെങ്കിൽ ഇന്നലെ നമ്മൾ ഇവിടെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഈ മുന്തിരിക്ക് 2 കാല് പിടിച്ചിട്ടില്ലേ. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇന്ന് പോർസലിൻ്റെ അവിടെ മുകളിലേക്കുള്ള ഇത് വയ്ക്കും. എന്നിട്ട് നമ്മൾ പടർത്താറായിട്ടില്ല, കുറച്ചൊക്കെ പടർത്തി തുടങ്ങണം. എന്നിട്ട് അതിന് മുകളിലേക്ക് പടർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. ഇനിയിപ്പോൾ എനിക്ക് ഇവിടേക്ക് കുറച്ചുകൂടി പണിയുണ്ട്. ഇവിടെ ഗ്ലോവർ ഓടിക്കണം, എയർ വെച്ചിട്ട് ഒരു മെഷീൻ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യും, അതൊന്ന് ചെയ്യണം. പിന്നെ വേറെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടാവും എപ്പോഴും. പിന്നെ നമ്മുടെ ഇത് കണ്ടില്ലേ നിങ്ങൾ, നമ്മുടെ അവിടെ ആ ബാക്കിൽ നിൽക്കുന്ന ആ റോസ് കാണുന്നില്ലേ നിങ്ങൾ, നല്ല രസമില്ലേ അത്. അവിടെ മരത്തുമ്മ കിളികൾ വരുന്നത് കണ്ട.
ഉള്ളിൽ കേട്ടോ വേഗം. അപ്പോൾ അങ്ങനെ അവിടുത്തെ പുല്ലൊക്കെ പറിച്ച് അവിടെ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മറ്റേത് വലിയ തോട്ടം ഉണ്ടല്ലോ, അവിടെ നമ്മുടെ പയറും കുറേ പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട്. അവിടെ ഇപ്പോൾ നമ്മൾ സ്പ്രിങ്ക്ലർ ഓണാക്കിയിട്ടുണ്ട്. ഇനി ഒരു മാസം കഴിയുമ്പോഴേക്കും എല്ലാവരും നന്നായിട്ട് വരുമെന്ന് വിചാരിക്കണം നമ്മൾ. ഈ സ്പ്രിങ്ക്ലർ കഴിഞ്ഞ വർഷം പ്രോത്സാഹനം പിടിപ്പിച്ചതാണല്ലോ ഈ തോട്ടത്തിൽ, നിങ്ങൾ ഓർക്കണ്ടെന്ന് വിചാരിക്കണം ഞാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് നനയ്ക്കാനൊക്കെ എളുപ്പം. സ്പ്രിങ്ക്ലർ ഓഫ് ചെയ്തോ? ആ അപ്പോൾ പുല്ലൊക്കെ വെട്ടി അവിടെ 2 സ്ഥലത്ത് കുഴി ഉണ്ടായിരുന്നു. അതാണ് പ്രോത്സാഹനം. അവിടെ മണ്ണിട്ടേണ്ടല്ലേ, മണ്ണിട്ടേരുന്നതാണ്. അവിടെ മുന്തിരിയുടെ അവിടെ നമ്മൾ ഇത് വെച്ചിട്ടില്ല കേട്ടോ, അതിന് മുകളിലേക്ക് കോല് വെക്കണം. എന്ന് പ്രോത്സാഹനം പുല്ല് വെട്ടൽ പണിയൊക്കെ ആയതുകൊണ്ടേ അത് നടന്നില്ല. ചിമ്പൂട്ടാ, ചിമ്പോട്ട് വരുന്നുണ്ടോ അകത്തേക്ക്? ചിമ്പു ഇപ്പോൾ കോഴിയും താറാവാക്കി കൂട്ടിൽ കയറുന്ന നേരമായിട്ടുണ്ട്. ചിമ്പൂട്ടാ, അപ്പോൾ അങ്ങനെ ഇന്ന് ഞങ്ങളുടെ പുറത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ അകത്തേക്ക് കയറാട്ടെ. ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട് കേട്ടോ. പക്ഷെ നേരെ ഇരുട്ടായിട്ടില്ല. ഒരു 8, 8:45 ആകുമ്പോഴേക്കും ഇരുട്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി നമുക്ക് നാളെ വേറെ പുതിയ വീഡിയോ ആയിട്ട് വരാട്ടെ. എന്തോന്നാ
ഞാൻ കണ്ടു. അലീന അവിടെ ചെന്നിരിക്കണ്ടേ ചിമ്പൂനെ കളിപ്പിക്കുന്നതാണ്. അലീന നമ്മുടെ ആസ്പിൻകൂട്ടം പുറത്തേക്ക് പോയിട്ടുണ്ട്. ആസ്പിനെ നോക്കിയിരിക്കുന്നത് അലീന. ഇന്ന് നമ്മുടെ ഇവിടെ വെച്ചേക്കണ ഈ ചെടികൾ നടുന്ന ഈ ബെഡ് ഉണ്ടല്ലോ, ഇതിനകത്ത് ഞാൻ ഇത് ചൊരക്ക നട്ടിട്ടുണ്ട്. ഇന്ന് അവിടെ വലുതായിട്ട് നിൽക്കുന്നുണ്ടല്ലേ ചൊരക്ക നട്ടിട്ടുണ്ട്. ചിമ്പൂനെ കണ്ട